പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയുടെ ബലിയർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരുക്കിടാം ഗുരുവിൻ സ്നേഹമൊളിയാകും തിരുമുൻപാകെ അണച്ചിടാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം പ്രത്യാശപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സുഖവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്നുദ്ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയ ദുരിതത്തിന്റെ സംപൂജ്യമായ നാമത്തിന് സ്വർഗ്ഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും ഹൃദയയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും. ആമേൻ. അബ്രാഹത്തിൻ ദൈവമാണെന്റെ ഇടയൻ, ഇസഹാക്കിൻ ദൈവമാണെന്റെ ഇടയൻ, യാക്കോബിൻ ദൈവമാണെന്റെ ഇടയൻ, അത്യുന്നതനാണെന്റെ നല്ല ഇടയൻ. ഭയപ്പെടില്ല, തെല്ലും ഭയപ്പെടില്ല, അത്യുന്നത ദൈവമാണെന്റെ ഇടയൻ. ഇടറുകില്ല, ഞാൻ തളരുകില്ല, സർവശക്തനായവൻ എന്റെ ഇടയൻ. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃത പ്രകാശിപ്പിക്കുവാൻ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമാ സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങേ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്തിനു നിത്യമഹോന്നതമാ ഉത്താനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ അർപ്പിക്കുന്നു. ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനത്തെ പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധന നിരന്തരം സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം
അമർത്തിനി കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംവേദനായി വസിക്കുന്ന പരിശുദ്ധനും സുദൃഢനും ബലവാനും മർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സഹോദരരെ, പൗലോസ്ലീഹ ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 32 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ. കർത്താവെ ആശീർവദിക്കണമേ. മിശിഹ സഹോദരിയെ അനുഗ്രഹിക്കട്ടെ. കൂടുതലായി എന്താണ് ഞാൻ പറയേണ്ടത്? ഗിദയോൻ, ബാറക്ക്, സാംസൺ, ജഫ്ത, ദാവീദ്, സാമുവൽ ഇവരെക്കുറിച്ചും പ്രവാചകന്മാരെക്കുറിച്ചും പ്രതിപാദിക്കാൻ സമയം പോരാ. അവർ വിശ്വാസത്തിലൂടെ രാജ്യങ്ങൾ പിടിച്ചടക്കി, നീതി നടപ്പാക്കി, വാഗ്ദാനങ്ങൾ സ്വീകരിച്ചു, സിംഹങ്ങളുടെ വായുകൾ പൂട്ടി, അഗ്നിയുടെ ശക്തി കെടുത്തി, വാളിൻ്റെ വായ്ത്തലയിൽ നിന്ന് രക്ഷപ്പെട്ടു, ബലഹീനതയിൽ നിന്ന് ശക്തി ആർജിച്ചു, യുദ്ധത്തിൽ ശക്തന്മാരായി, വിദേശ സേനകളെ കീഴ്പ്പെടുത്തി, സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചുപോയവരെ പുനരുജ്ജീവനത്തിലൂടെ തിരിച്ചു കിട്ടി, ചിലർ മരണം വരെ പ്രഹരിക്കപ്പെട്ടു. മെച്ചപ്പെട്ട പുനരുത്ഥാനം പ്രാപിക്കാൻ വേണ്ടി പീഡയിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ കൂട്ടാക്കിയില്ല. ചിലർ പരിഹാസവും ചമ്മട്ടിയടിയവും അടിയും ബന്ധനവും കാരാഗ്രഹവാസവും സഹിച്ചു. ചിലരെ കല്ലെറിഞ്ഞു, ചിലരെ വിചാരണ ചെയ്തു, ചിലർ രണ്ടായി വെട്ടിമുറിക്കപ്പെട്ടു, ചിലർ വാളുകൊണ്ട് വധിക്കപ്പെട്ടു, ചിലർ ചെമ്മരിയാടുകളുടെയും കോലാടുകളുടെയും തോല് ധരിച്ച് നിസ്സഹായരായും വേദനിക്കുന്നവരായും പീഡിതരായും അലഞ്ഞു നടന്നു. അവരെ സ്വന്തമാക്കാനുള്ള യോഗ്യത ലോകത്തിനില്ലായിരുന്നു. വനത്തിലും മലകളിലും ഗുഹകളിലും മാളങ്ങളിലുമായി അവർ അലഞ്ഞു തിരിഞ്ഞു. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. ലോകത്തിന്റെ പ്രകാശവും സ്ഥലത്തിന്റെ ജീവനുമായ മിശിഹായ നിന്നെ ഞങ്ങളുടെ പക്കലേക്ക് അയച്ച അനന്തകാരുണ്യത്തിന് എന്നേക്കും സ്തുതി. ആമേൻ. നമുക്ക് ശ്രദ്ധാപൂർവ്വം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. അധ്യായം 2, 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. സ്വാർത്ഥതകൾ മറ്റുള്ളവരുടെ കണ്ണുനീരുകൾക്ക് കാരണമാകുന്നുണ്ട്. ഹെറോദസ് എന്ന് പറയുന്ന വ്യക്തിയുടെ സ്വാർത്ഥതകളാണ് ഇത്രയും ശിശുക്കൾ മരിക്കാൻ കാരണം. ഞാൻ മാത്രമേ ഒരു രാജാവ് ഉണ്ടാകാൻ പാടുള്ളൂ, വേറൊരു രാജാവ് ഉണ്ടാകാൻ പാടില്ല എന്ന് മനസ്സിലാക്കി അദ്ദേഹം തന്റെ മനസ്സിലുണ്ടായ സ്വാർത്ഥത കൊണ്ടാണ് ശിശുവിനെ വധിക്കാൻ വേണ്ടി ആളയച്ചത്. ഇതുപോലെ തന്നെ എന്നേക്കാൾ മറ്റുള്ളവർ വളരുന്നത് കാണുമ്പോൾ, മറ്റുള്ളവരുടെ വളർച്ചയിൽ അസൂയ തോന്നുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്നേക്കാൾ പേരും പ്രശസ്തിയും ഉണ്ടെന്ന് കാണുമ്പോൾ നമ്മളും ഈ ഹെറോദോസിനെ പോലെ ഇറങ്ങുന്നവരാണോ എന്ന് ചിന്തിച്ചു നോക്കാം. സ്വാർത്ഥതകളാണ് മനുഷ്യനെ നശിപ്പിച്ച് കളയുന്നത്. അവൻ്റെ ഉള്ളിൽ ആ സ്വാർത്ഥത കടന്നു വരുമ്പോൾ അവനെ തന്നെ നശിപ്പിക്കുന്നു. അവനായിരിക്കുന്ന മേഖല മുഴുവൻ നശിപ്പിക്കും. സമാധാനം നഷ്ടപ്പെടും, കുടുംബത്തിന്റെ സന്തോഷം വരെ നഷ്ടപ്പെടും. ചെറിയ ചെറിയ സ്വാർത്ഥതകളിൽ നിന്ന് ആരംഭിക്കുന്നതാണ് വലിയ വലിയ പിണക്കങ്ങളായിട്ട് മാറുന്നു. അതുപോലെ തന്നെ പരസ്പരം സംസാരിക്കാത്ത കുടുംബ ബന്ധങ്ങളായിട്ട് മാറുന്നു. എന്നിൽ ഒരു ഹെറോദോസ് കുടികൊള്ളുന്നുണ്ടോ? ഇറക്കി വിടേണ്ട സമയമായിട്ടുണ്ടെങ്കിൽ വിടുക. അങ്ങനെ വിട്ടുകഴിഞ്ഞാൽ നിന്റെ കുടുംബത്തിൽ നീ ആയിരിക്കുന്ന സ്ഥലത്ത് സമാധാനം ഉണ്ടാകും. അല്ലെങ്കിൽ ഇതുപോലെ രക്തരൂഷിതമായ കുറെ വ്യക്തികൾ മരിക്കേണ്ടി വരും. അവർ പോയി കഴിഞ്ഞപ്പോൾ കർത്താവിദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോട് പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക. ഞാൻ പറയുന്നത് വരെ അവിടെ താമസിക്കുക. ഹെറോദസ് ശിശുവിനെ വധിക്കാൻ വേണ്ടി ഉടനെ അന്വേഷണം തുടങ്ങി. അവൻ ഉണർന്ന് ശിശുവിനെയും അമ്മയെയും കൂട്ടി രാത്രി തന്നെ ഈജിപ്തിലേക്ക് പോയി. ഹെറോദസിനെതിരെ മരണം വരെ അവിടെ വസിച്ചു.
ഈജിപ്തിൽ നിന്ന് ഞാൻ എന്റെ പുത്രനെ വിളിച്ചെന്ന് പ്രവാചകരുടെ കർത്താവ് അരുളി ചെയ്ത് പൂർത്തിയാകാൻ ഇത് സംഭവിച്ചു. ജ്ഞാനികൾ തന്നെ കബളിച്ചെന്ന് മനസ്സിലാക്കിയ ഹെരോദോസ് രോഷാകുലനായി. അവരിൽ നിന്ന് മനസ്സിലാക്കിയ സമയമനുസരിച്ച് അവൻ ബെത്ലഹേമിലെയും സമീപ പ്രദേശങ്ങളെയും രണ്ടും അതിൽ താഴെ വയസ്സുള്ള എല്ലാ ആൺകുട്ടികളെയും ആളയച്ച് വധിച്ചു. ഇങ്ങനെ ജെറമ്യ പ്രവാചകൻ വഴി അരുൾ ചെയ്തപ്പെട്ടത് പൂർത്തിയായി. റാമായിൽ ഒരു സ്വരം, വലിയ കരച്ചിലും മുറവിളിയും. റാഹേൽ സന്താനങ്ങളെ കുറിച്ച് പറയുന്നു, അവനെ സാന്ത്വനപ്പെടുത്തുക അസാധ്യം, എന്തെന്നാൽ അവൾക്ക് സന്താനങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ നിന്ന് മനുഷ്യനായി പിറന്ന മിശിഹായെ ധ്യാനിച്ചുകൊണ്ട് ദൈവമേ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു എന്ന് ഏറ്റുപറയാം. ദൈവമേ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. മിശിഹായുടെ സഭ മുഴുവന്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ പിതാവായ മാർ സെബാസ്റ്റ്യൻ മെത്രാനെയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മെത്രാപോലിത്തായെയും ഞങ്ങളുടെ പിതാവിന്റെ ഉപതാധ്യക്ഷനുമായ മാർ പോളി മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കുന്ന ദൈവമേ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. സ്നേഹനാഥനായ ഈശോയെ, മനുഷ്യരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ക്രൂരമായി വധിക്കപ്പെടുന്ന എല്ലാ ഗർഭസ്ഥ ശിശുക്കളെയും അനാഥമാക്കപ്പെടുന്ന കുഞ്ഞു ജീവിതങ്ങളെയും അങ്ങയുടെ നാമത്തെ പ്രതി വധിക്കപ്പെട്ട് രക്തസാക്ഷികളായി തീർന്ന കുഞ്ഞു പൈതങ്ങളോടൊപ്പം ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു. മരണസംസ്കാരത്തിൽ പങ്കാളികളാകുന്ന എല്ലാവർക്കും അവരുടെ തെറ്റിൻ്റെ ഗൗരവം മനസ്സിലാക്കി അതിൽ നിന്ന് പിന്തിരിവാൻ കൃപ നൽകണമേ എന്നും എല്ലാ കുഞ്ഞുമക്കളെയും അനുഗ്രഹിക്കണമേ എന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഒരു നിമിഷം കണ്ണുകളടയ്ക്കാം, കരങ്ങൾക്കൊപ്പം എല്ലാ കുഞ്ഞുമക്കളെയും സമർപ്പിക്കാം. അവർ കരയുന്നുണ്ടാകാം, ശബ്ദമുണ്ടാകാം. നമ്മൾ നമ്മുടെ ശ്രദ്ധ കളയാതിരിക്കാം. ദൈവത്തിലേക്ക് അവരെ സമർപ്പിക്കാം. കരയുക. ദൈവത്തിൻ്റെ അരികിലിരുന്നാണ് അവർ കരയുന്നത്. കരയട്ടെ. ദൈവത്തിൻ്റെ അടുത്തിരുന്ന് പ്രാർത്ഥിക്കുകയാണ് മക്കളെ. പൂർണ്ണമായിട്ട് ദൈവസന്നിധിയിൽ നമ്മൾ അവരെ സമർപ്പിക്കുക. ദൈവത്തിൻ്റെ ദാനങ്ങളാണ് നമ്മുടെ മക്കൾ. ഭ്രൂണഹത്യ, എത്രയോ മക്കളാണ് മരിച്ചത്. ദൈവമേ, ആ കുഞ്ഞുങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ജീവന്റെ വില നഷ്ടപ്പെടുന്ന ഈ സംസ്കാരത്തിൽ ദൈവമേ, ജീവന്റെ മൂല്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. മക്കളില്ലാത്ത എന്തോരം ദമ്പതികളാണ് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നത്. ഈ സ്ഥാപനത്തെ സമർപ്പിക്കുക. അങ്ങയുടെ ജഗണമായ ജനം മുഴുവന്റെയും കടങ്ങളെ പ്രതിക്കുകയും പാപങ്ങളുടെയും മോചനത്തിന് കാരണമാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സകലനാഥനായ ദൈവത്തിന്റെ കൃപാസനത നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. തന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെയും മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. കാഴ്ചയേകാം കാസയിൽ പകർന്നിടാം പീലാസയിൽ ഉള്ളവും എന്നുള്ളതും ദേഹവും എൻ ദേഹിയും സ്നേഹമോടേകാം കാഴ്ചയേകാം കാസയിൽ പകർന്നിടാം പീലാസയിൽ. ഒരു നിമിഷം കണ്ണുകളുടേക്ക് പ്രാർത്ഥിക്കാം. ദൈവിക സാന്നിധ്യമുള്ള ബലിയെ നമ്മൾ അർപ്പിക്കുന്നത്. കുഞ്ഞുമക്കളുടെ കണ്ണുനീര് ദൈവം പെട്ടെന്ന് ശ്രവിക്കുമെന്ന് പഴയ നിയമത്തിൽ നമ്മൾ അറിയാവുന്നതാണ്. യേശുവേ, നമ്മുടെ മക്കളോടൊപ്പം ഈ ബലി അർപ്പിക്കുമ്പോൾ ദൈവം അവരുടെ അരികിൽ നിന്നാണ് അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. അവരെ തൊട്ടനുഗ്രഹിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ദൈവം അത്രയും ഇഷ്ടപ്പെടുന്ന മക്കളോട് ചേർന്ന് നമ്മൾ ഈ നിമിഷം പ്രാർത്ഥിക്കാം. അവർക്കൊക്കെ വേണ്ടി നാഥ അനുഗ്രഹിക്കണേ, ആശീർവദിക്കണേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവിന്റെയും മറിയത്തിന്റെയും പിതാവിന്റെയും സ്മരണായ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ദേവപുത്രന്റെ സ്നേഹന്മാരെ, ഏകജാതന്റെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനമുണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവേ, ആശ്രയിക്കണമേ എന്റെ സഹോദരരെ. ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുക. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭീഷ്ടം നിറവേറ്റാൻ അങ്ങയെ ശക്തനാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി
അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. പിതാവായ ദൈവമേ, അങ്ങയുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീരരക്തങ്ങളാകുന്നു ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമാരതിന് ഞങ്ങൾ അങ്ങേ കാരുണ്യാതിരകതാൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ധനം തികഞ്ഞ സ്നേഹത്തോടും മുറിച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ സിദ്ധരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവേൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവേൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾക്ക് ഉദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായ ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവേൻ. സമാധാനം നമ്മോടുകൂടെ. നമ്മുടെ കർത്താവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെയും സ്നേഹം പരിശുദ്ധാത്മാവിന്റെ സഹവാസം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എന്നേക്കും. നിങ്ങളുടെ വിചാരങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് ഉയരട്ടെ. അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമേ, ആരാധ്യനായ രാജാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് സകലനാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. അത് ന്യായവും യുക്തവുമാകുന്നു. സമാധാനം നമ്മോടുകൂടെ. ഇരുകരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് നമുക്ക് എല്ലാവർക്കും ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ മനസ്സിനെ എല്ലാ അശുദ്ധതയിലും ദുഷ്ടതയിലും സൂയിലും വഞ്ചനയിലും വിദ്വേഷത്തിലും അഹങ്കാരത്തിലും പിടിവാസികളിൽ നിന്ന് വിമുക്തമാക്കണമേ. അങ്ങയുടെ കരുണയാൽ തമ്മിൽ മറ്റെല്ലാവരും സ്നേഹമേക്ക് ഞങ്ങളാക്കണമേ. വിശുദ്ധവും സജീവവുമായ ഈ തിരുക്കർമ്മം പ്രത്യാശാപൂർവ്വം അനുഷ്ഠിക്കുവാൻ ഞങ്ങൾക്ക് ആത്മധൈര്യം നൽകുകയും ചെയ്യണമേ. പരിശുദ്ധരും രൂപികളുമായ ക്രമേന്മാരുടെയും ശ്രാഫ്യന്മാരുടെയും ചേർന്ന് നാഥനായ അങ്ങേക്ക് ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന് ശ്രദ്ധ വിടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. ബലവാനും കർത്താവുമായ ദൈവം പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. അവിടുത്തെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഹോശാന, ദാവീദിന്റെ പുത്രൻ ഹോശാന. കർത്താവിന്റെ നാമത്തിൽ വന്നവനും വരാനിരിക്കുന്നവനുമായവൻ അനുഗ്രഹീതനാകുന്നു. ഉന്നതങ്ങളിൽ ഹോശാന. കർത്താവായ ദൈവമേ, സ്വർഗ്ഗജനങ്ങളോട് കൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ദാസരുടെ നാമത്തിൽ ഒരുമിച്ചുകൂടി രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കരങ്ങൾക്കൊപ്പം. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗ്ഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകളുയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടൊരു ചെയ്ത്, ഇത് പാപമോചനത്തിനാ നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. പ്രകാരം തന്നെ കസയുമെടുത്ത് കൃതദാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്ത്,
ഇത് പാപമോചനത്തിന് അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവീൻ. ഞാൻ ഈ ചെയ്തങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൊടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കുവീൻ. ഇത്ര ചെറുതാകാൻ എത്ര വളരണം, ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, സുതനായ ദൈവമേ, സാർവത്രിക സഭയുടെ തലവന പിതാവുമായ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും സെബാസ്റ്റ്യൻ പിതാവിന് വേണ്ടിയും അതിരുപതീക്ഷായ ആൻഡ്രൂസ് വേണ്ടിയും ഇരുപതീക്ഷായ മാർപോളി കണ്ണുകാട് മെത്രാന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, ഭരണകർത്താക്കളും അധികാരികൾ എന്നിവർക്ക് വേണ്ടി എല്ലാ പ്രവാചകന്മാരുടെയും സ്ലിഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിന് വേണ്ടി അങ്ങയുടെ സന്നിധിയിൽ വർദ്ധിച്ച് നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും കുർബാന സ്വീകരിക്കണമേ. കുർബാന സ്വീകരിക്കണമേ. ക്ലേശത്തിലും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും അകലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടി അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ജനത്തിനു വേണ്ടി ഈ വിശുദ്ധ കുർബാനയിൽ ഭക്തിപൂർവ്വം പങ്കെടുക്കുന്ന എല്ലാവർക്കും, ആരോരും പ്രാർത്ഥിക്കാത്ത വ്യക്തികൾ, തെരുവോരങ്ങളിൽ ജയിലിൽ കഴിയുന്നവർ, ഇടവക കുടുംബം, നാനാജാതി മതസ്ഥർ, മക്കളില്ലാത്ത ദമ്പതികൾ, വിവാഹം നടക്കാതെ വേദനിക്കുന്നവർ, കുടുംബ പ്രശ്നങ്ങൾ, സാമ്പത്തികമായി തകർന്നിരിക്കുന്നവർ, ജോലി ചെയ്തിട്ട് ശമ്പളം ലഭിക്കാതെ വേദനിക്കുന്നവർ, ചൂഷണത്തിലൂടെ കടന്നു പോകുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി, പീഡനങ്ങൾക്ക് ഇരയാകുന്ന എല്ലാവർക്കു വേണ്ടി, ഇന്ന് ദിവസം ഞങ്ങൾ ഈ ബലിവേദിയിൽ ഓർക്കുന്ന പ്രാർത്ഥിക്കുന്ന എല്ലാ കുഞ്ഞുമക്കൾക്ക് വേണ്ടി, അബോർഷനിലൂടെ ജീവൻ നഷ്ടപ്പെടുത്തുന്നവർക്ക് വേണ്ടി, യോഗ്യനായ എനിക്ക് വേണ്ടി കുർബാന സ്വീകരിക്കണമേ. കുർബാന സ്വീകരിക്കണമേ. വീണ്ടും ജീവനേകുക, വീണ്ടും ശക്തിയേകുക, പാവനാത്മാവേ എന്നിൽ നീ നിറഞ്ഞിടുക. നിമിഷം പ്രാർത്ഥിക്കാം. ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ദമ്പതികളെല്ലാം ഈ ബലിവേദിയിൽ നിമിഷം ഓർക്കുക. ദൈവമേ, എത്ര കണ്ണുനീരോട് അവർ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇവിടെ കണ്ണുനീരുകളെ ഈ നിമിഷം കസയിൽ ചേർക്കുക. ദൈവമേ, കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് നിന്നെ ആശീർവദിക്കുകയും പത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങളുടെ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഒരു പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരുടെ ഒന്നിച്ച് സുഖരാജനവുമായ ജീവിതത്തിനും കാരണമാകട്ടെ. തന്നാലും നാഥാ ആത്മാവിനെ ആശ്വാസദായകനേ, തന്നാലും നാഥാ നിൻ ജീവനേ, നിത്യസഹായകനേ. സജീവവും പരിശുദ്ധവും ജീവിതായ മങ്ങളുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം ഞങ്ങളോട് ഞങ്ങളുടെ കുടുംബത്തോടും പ്രാർത്ഥനാ നിയമങ്ങളോടും കരുണ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരേകത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. ഇരുകരങ്ങൾ തുറന്നു പിടിക്കാം, ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. എല്ലാ കുഞ്ഞുമക്കളെയും അനുഗ്രഹിക്കണമേ. ഈ സ്ഥാപനത്തിലെ എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളെ യോഗ്യരാകുന്നു, ഞങ്ങൾ പാപികളാകുന്നു. എങ്കിലും സുദീർഘവും പരിശുദ്ധ
പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവിശ്വാസിയായ നിന്റെ തിരുനാമത്തിന് സ്തുതി. നാഥനായ നിനക്ക് ആരാധനയെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകമായ സർവ്വതിലും നിറങ്ങിയത് ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകും. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രതിഭാവമോചന രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ആശ്വാസമേകുവാൻ കഴിയുന്ന ഈശോ എഴുന്നള്ളുന്നു. ഉള്ളിൽ ഉറപ്പായ വിശ്വാസമുണ്ടെങ്കിൽ ആശ്വാസമേകിടുമേ. ഈശോ വരേണമേ ഉള്ളിൽ എന്നും, ഈശോ വരേണമേ ഉള്ളിൽ, ഈശോ വരേണമേ ഉള്ളിൽ എന്നും, ഈശോ വരേണമേ ഉള്ളിൽ. ഈ ദിവ്യാനത്തിലേക്ക് നമ്മുടെ എല്ലാ കണ്ണുകളും നോക്കട്ടെ. എല്ലാ കുഞ്ഞുമക്കളെയും നിമിഷം സമർപ്പിക്കുക. ഈ സ്ഥാപനത്തിലെ എല്ലാ മക്കളെയും നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ദൈവമേ, നീ ഞങ്ങളെ ഏൽപ്പിച്ചു ഏറ്റവും സന്തോഷത്തോടുകൂടി അവിടെ നോക്കാൻ പരിചരിക്കാൻ ഞങ്ങളെ സഹായിക്കണം. ഒരിക്കലും ഞങ്ങളുടെ സ്വാർത്ഥതകളോ സുഖങ്ങളോ അതിൽ കടന്നു വരാതിരിക്കട്ടെ. നീ ആഗ്രഹിക്കുന്ന രീതിയിൽ അവർക്ക് പരിപാലനം കൊടുക്കാൻ ഞങ്ങളെ സഹായിക്കണം. ആ കുഞ്ഞുമകളിലേക്കെല്ലാം ഈശോ കടന്നു വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഈ നിമിഷം പാടി പ്രാർത്ഥിക്കട്ടെ. ഈശോ വരേണമേ ഉള്ളിൽ എന്നും, ഈശോ വരേണമേ ഉള്ളിൽ. ജീവൻ നഷ്ടപ്പെടുന്ന നിരവധി കുഞ്ഞുങ്ങള് സ്വന്തം സുഖത്തിന് വേണ്ടി അതെല്ലാം നഷ്ടപ്പെടുത്തുന്നു. ഒരു നിമിഷത്തെ ചിന്തകള് സ്വാർത്ഥതകള് കടന്നു വരുമ്പോൾ എത്രയോ പേരുടെ ജീവിതം നമ്മൾ നഷ്ടപ്പെടുത്തുന്നു. നമ്മുടെ പാപത്തിന്റെ കരകളെല്ലാം ഈ നിമിഷം ഓർത്ത് പ്രാർത്ഥിക്കുക. ഓരോ ദിവസവും എത്രയോ മക്കൾ ഹൃദയസ്മാരായിട്ട് മാറുന്നു. അവർക്കൊക്കെ മനസാന്തരങ്ങൾ ഉണ്ടാകണമേ. ഈ നിമിഷം കുറ്റബോധങ്ങളിൽ ജീവിക്കുന്ന എല്ലാവരും കർത്താവിന്റെ കാരുണ്യത്തിലേക്ക് കടന്നു വരാൻ വേണ്ടി കൂടി നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിച്ച് മനമുരുകി നിമിഷം പാടി പ്രാർത്ഥിക്കട്ടെ. ഈശോ വരേണമേ ഉള്ളിൽ എന്നും, ഈശോ വരേണമേ ഉള്ളിൽ. ഈ മക്കളൊന്നും കാഴ്ചക്കാരല്ല, എൻ്റെ മകനും മകളുമാണെന്നുള്ളൊരു ചിന്തയാണ് നമുക്കുണ്ടാകേണ്ടത്. കാഴ്ചക്കാരായിട്ട് കാണാൻ വരാനുള്ളതല്ല ഈ സ്ഥലം. എൻ്റെ മകനാണ്, എൻ്റെ മകളാണ്. അവരൊക്കെ സമർപ്പിച്ചുകൊണ്ട് നിമിഷം നമുക്ക് എല്ലാവർക്കും ചേർന്ന് പാടട്ടെ. ഈശോ വരേണമേ ഉള്ളിൽ എന്നും, ഈശോ വരേണമേ ഉള്ളിൽ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് യേശുനാഥൻ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന സ്വർഗത്തിലേക്ക് ഇരുകരങ്ങളും എരുതി പിടിച്ച് വിശ്വാസപൂർവ്വം എഴുതല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധരായ നിങ്ങൾക്കുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു,
ഏകപുത്രനും പരിശുദ്ധനാകുന്നു. ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവേൻ. മനുഷ്യനായി നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വരികയും തന്റെ കൃപയാൽ മനുഷ്യവംശത്തിന് ഉന്നതദാനമായ ദിവ്യരഹസ്യങ്ങൾ ചെയ്ത രാജകുമാരന് നമുക്ക് നന്ദി പറയാം. സിഹായുടെ ശരീരം രക്തവും കടന്റെ പ്രതിക്കും ജീവനും കാരണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. ഓ എന്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. പരിശുദ്ധാത്മാവിന് കൃപാവരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവർണ്ണീയമായ ദാനത്തെ കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, സുദീർഘവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി ഈ ധനത്തെക്കുറിച്ച് അങ്ങയുടെ മഹനീയ തൃത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധന നിരന്തരം സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായെ സുദീർഘവും പരിശുദ്ധവും ജീവിതായകവും ദൈവികമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കിയ അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്ത് ഉന്നതങ്ങൾ ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും തന്റെ ശരീരത്താൽ നമ്മുടെ കടങ്ങൾ പൊറുക്കിയ രക്തത്താൽ നമ്മളുടെ പാപങ്ങളെ മനസ്സുകളെയും ചെയ്ത് നമ്മുടെ കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകും. ദൈവത്തിന്റെ അനുഗ്രഹീത ജനമേ, കർത്താവിന്റെ മേൽസലത്തെ അജ്ജഗണമേ, നിങ്ങളുടെ മേൽ അവിടുന്ന് കൃപാവരം ചെറിയട്ടെ. അവിടുന്ന് കാരുണ്യ അനുഗ്രഹം നിങ്ങളിൽ വർഷിക്കട്ടെ. അവിടുത്തെ പരിപാലന വലങ്കായി നിങ്ങളെ സംരക്ഷിക്കട്ടെ. ഇന്ന് ദിവസത്തെ പ്രാർത്ഥനാധ്യമം കർത്താവ് അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. നിന്നിൽ നിന്ന് ഞാൻ സ്വീകരിച്ച ഈ കുർബാന കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ.